നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം ഒത്തിരി പേര് ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയിട്ട് മധുരക്കിഴങ്ങിനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. വളരെ നല്ലൊരു കാര്യമാണ്. മധുരക്കിഴങ്ങിന് നല്ല ടേസ്റ്റിയാണ്, ഒരു ഇളം മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ പലരും ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു ഷുഗറുകാർക്ക് അതൊരു വലിയൊരു പ്രശ്നമാണ്, അത് കഴിച്ചാൽ കൂടുതൽ ഷുഗർ കൂടുമെന്നുള്ളത്. ഒരിക്കലുമില്ല. ഈ ഒരു മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസും അതുപോലെ അതിൻ്റെ മൂലകങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും അത് കഴിക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. ഒത്തിരി ന്യൂട്രിയൻസും അതുപോലെ പൊട്ടാസ്യം, വൈറ്റമിൻ എയുടെ വലിയൊരു കലവറ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ എ എന്ന് ശരിക്കും നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണപ്രദമാണ്. ഫൈബർ ഒത്തിരി അടങ്ങിയിരിക്കുന്ന ഒരു കിഴങ്ങാണ്. ഈ കിഴങ്ങ് കൊച്ചു കുട്ടികൾക്ക് വരെ ഏറ്റവും നല്ലതാണ് കേട്ടോ. കണ്ണിന് നല്ലതാണ്, അതുപോലെ ഹൃദയത്തിനും വൃക്കകൾക്കും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറ ആയതുകൊണ്ട് തന്നെ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു 3-4 ദിവസം നമുക്കിത് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റാം കേട്ടോ. നമുക്ക് വളരെ എളുപ്പം ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തോല് കളയേണ്ട, തോല് കളയാതെ തന്നെ നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞങ്ങൾ കുക്കറിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു പാത്രം, ഒരു സ്റ്റീമറിൽ വെക്കുന്ന പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അരിഞ്ഞ്, നമ്മൾ ഉപ്പൊന്നും ചേർക്കാറില്ല, നേരെ പുഴുങ്ങി ഒരു വിസിൽ കേൾക്കുമ്പോൾ ഞങ്ങളൊന്ന് കുറച്ചിടും. ഒരു 5 മിനിറ്റും കൂടി ചെറു തീയിൽ അത് വെന്തതിന് ശേഷം അതിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ, ആവി പോയി കഴിഞ്ഞാൽ തുറന്ന് ഉപയോഗിക്കാം. ഇത് ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ വിചാരിക്കുന്നത് മധുരം ഉള്ളത് കൊണ്ട് മറ്റു കറികളൊന്നും അല്ലെങ്കിൽ ചമ്മന്തി ഒന്നും പറ്റില്ല എന്ന്, പക്ഷേ അതൊരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ മീൻ കറിയോ എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് കൂട്ടിയും കഴിക്കാം, അല്ലെങ്കിൽ തന്നെയും കഴിക്കാം. അപ്പോൾ ഈ ഒരു മധുരക്കിഴങ്ങ് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ശീലമാക്കിക്കോളൂ. ഒരിക്കലും നമ്മൾ ഇതിൻ്റെ അത് കഴിച്ചതുകൊണ്ട് മറ്റൊരു അസുഖത്തിലേക്ക് പോകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഒത്തിരി വീഡിയോസും ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടാണ് നമ്മളിത് കഴിച്ചു തുടങ്ങിയത്. പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ഒരു സമീകൃത ആഹാരം തന്നെയാണെന്നാണ്.